ഹലോ ഫ്രണ്ട്സ്, സോളാർ പ്രസ്യൂമേഴ്സിൽ നിന്നും നാളിതുവരെ വാങ്ങിയ അധിക സെൽഫ് ജനറേഷൻ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തിരികെ നൽകണമെന്ന് ഓംബുഡ്സ്മാൻ വിധിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വിധി 19/11/24 ഇറങ്ങുകയുണ്ടായി. കേരള സംസ്ഥാന വൈദ്യുതി ഓംബുഡ്സ്മാനിൽ നിന്നുമാണ് ഈ വിധി വന്നത്. ഈ വിധി പ്രകാരം ഉപഭോക്താവ് ഉൽപ്പാദിപ്പിച്ച് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് മാത്രമേ ജനറേഷൻ ഡ്യൂട്ടി ഈടാക്കാൻ പാടുള്ളൂ. ബാങ്ക് ചെയ്ത വൈദ്യുതിക്ക് ഈടാക്കിയിട്ടുള്ള ജനറേഷൻ ഡ്യൂട്ടി തിരികെ നൽകേണ്ടതാണ്. 2 ആഴ്ചയ്ക്കകത്ത് ഈ വിധി നടപ്പാക്കേണ്ടതുമാണ്. മലപ്പുറംകാരനായ ശ്രീ മുഹമ്മദ് ഇബ്രാഹിം സാറാണ് പരാതിക്കാരൻ. അദ്ദേഹം കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗവുമാണ്. അദ്ദേഹം ഈ പരാതി വെറുതെ അങ്ങ് കൊടുത്തു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പുറകിന് ധാരാളം വർക്ക് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. സാധാരണ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ KSB സെക്ഷൻ ഓഫീസിൽ പരാതി കൊടുക്കും, അത് കഴിഞ്ഞ് CGRFൽ കൊടുക്കും. അങ്ങനെ CGRFൽ നിന്നും വന്ന വിധിയാണിത്. അവരതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുവായൊരു പ്രശ്നമാണ്, അവർക്കതിൽ ഇടപെടുവാൻ പറ്റില്ല, അതുകൊണ്ട് സർക്കാരിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് വിധി വന്നത്. ഏതാ? CGRFൽ നിന്നും, കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസൽ ഫോറം. ശരിക്കും ഈ CGRF എന്ന് പറയുന്നത് KSEBയുടെ ഒരു സ്വന്തം വിങ് തന്നെയാണ്. അവരുടെ ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കും ഇതിൻ്റെ അധികാരി. അങ്ങനെയാണ് ഇദ്ദേഹം ഓംബുഡ്സ്മാനിൽ പോവുകയും വിധി നേടുകയും ചെയ്തത്. നമുക്കിത് സംബന്ധിച്ച് അല്പമൊന്ന് മനസ്സിലാക്കുവാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഈ മുഹമ്മദ് ഇബ്രാഹിം സാർ പ്രയത്നിച്ച ആ പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി നടത്തുന്ന അടുത്ത ജനകീയ സഭയിൽ അദ്ദേഹം നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നതായിരിക്കും. അടുത്ത ജനകീയ സഭയുടെ തീയതി ഡിസംബർ 13 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്കാണ്. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ട് വഴിയിലിട്ടിട്ട് പോയതല്ല. ഇതുപോലെ ധാരാളം പരാതികൾ പലരും കൊടുക്കും, പക്ഷേ അതിനെ ഫോളോ അപ്പ് നടത്താറില്ല. ഇവിടെ എന്ത് തുകയാണ് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എൻ്റെ സ്വന്തം ബില്ലാണ്. എൻ്റെ മൊത്തം ജനറേഷൻ, ഈ പർട്ടിക്കുലർ പീരീഡിലുള്ള എൻ്റെ മൊത്തം സോളാർ ജനറേഷൻ 639 യൂണിറ്റാണ്. അതിൽ 450 യൂണിറ്റാണ് ഞാൻ KSEBക്ക് എക്സ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം 159 യൂണിറ്റ് ഞാൻ നേരിട്ട് സോളാർ ഉള്ള സമയത്ത് തന്നെ ഉപയോഗിച്ചു. ഇവരിവിടെ വാങ്ങിച്ചിരിക്കുന്ന ഡ്യൂട്ടി 95 രൂപ 85 പൈസയാണ്. അപ്പോൾ അത് ഈ 639 യൂണിറ്റിനാണ് 15 പൈസ വെച്ച് വാങ്ങിയത്. നിയമപ്രകാരം ഇങ്ങനെ വാങ്ങിച്ചുകൂടാ. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കാണ് ഇങ്ങനെ ഡ്യൂട്ടി വാങ്ങുന്നെങ്കിൽ വാങ്ങേണ്ടത്. വാങ്ങുന്നെങ്കിൽ എന്ന് പറയുവാൻ കാരണം ഇത് സംബന്ധിച്ച് വാങ്ങരുത് എന്ന് കേരള ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഞാൻ പുറകാലെ കാണിക്കാം. അപ്പോൾ ഇവിടെ വാങ്ങിയ ഈ തുക മൊത്തം ജനറേറ്റ് ചെയ്ത വൈദ്യുതിക്ക് ആണ്. അതൊരിക്കലും നിയമപരമല്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർഡർ നമ്മളൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി വാങ്ങേണ്ടി ഇരുന്ന തുക 23 രൂപ 85 പൈസയാണ്. അപ്പോൾ 72 രൂപ ഈ ഒരു പർട്ടിക്കുലർ മന്തിൽ, ഈ പർട്ടിക്കുലർ പീരീഡിൽ KSEB ഈ പറയുന്ന ഉത്തരവ് പ്രകാരം കൺസ്യൂമറിന് തിരിച്ചു കൊടുക്കണം. അതിന് 2 ആഴ്ചയ്ക്കകത്ത് തീരുമാനമെടുക്കുകയും വേണം. സാധാരണ ഓംബുഡ്സ്മാനിലൊരു വിധി വന്നു കഴിഞ്ഞാൽ KSEBക്ക് അതിൽ അപ്പീൽ പോകുവാൻ വകുപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ വേണം. എത്രയും പെട്ടെന്ന് തന്നെ ഈ തുക തിരിച്ചു കൊടുക്കേണ്ടതുമാണ്. ശരിക്കും ഈ ഉത്തരവ്, ഈ ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് അവരുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. തൽക്കാലം ഈ ഫയലിൻ്റെ ഒരു ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് വായിക്കാം വിശദമായിട്ട്. ഇവിടെ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഡ്യൂട്ടി വാങ്ങുന്നത് കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് 1963 പ്രകാരമാണ്. ഈ 63 കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ആക്റ്റൊക്കെ മാറി. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന 2003 ഇലക്ട്രിസിറ്റി ആക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ നിയമം പഴയ ആക്ടിന് വിധേയമായിട്ടുള്ളതാണ്. ഈ നിയമങ്ങളൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും ആ പഴയ നിയമം അനുസരിച്ച് തന്നെയാണ്
ഇപ്പോഴും ഈ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരാതിയിൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാത്ത വൈദ്യുതി, KSEB കൊടുത്ത വൈദ്യുതിക്ക് ഞാൻ ഡ്യൂട്ടി നൽകുവാനായിട്ട് ഈ നിയമപ്രകാരം അർഹനല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തുക എനിക്ക് തിരിച്ചു തരേണ്ടതുണ്ട്. അവരുടെ വിധിയിൽ എല്ലാ നിയമങ്ങളും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, 2024 ഏപ്രിൽ 1 മുതൽ ഒരു സുപ്രഭാതത്തിൽ KSEB 1.2 പൈസ വെച്ച് വാങ്ങിച്ചു കൊണ്ടിരുന്ന ഡ്യൂട്ടി 15 പൈസയിലേക്ക് മാറ്റി. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. കൃത്യമായ ഒരു ഉത്തരവോ യാതൊന്നുമില്ല. ആ സമയത്ത് അവരുടെ വരുമാനറ്റ് സോഫ്റ്റ്വെയറിനും ഒരു പ്രശ്നവുമില്ല. അതെല്ലാം ഓക്കെ ആക്കിക്കൊണ്ട് അവർ നമ്മളിൽ നിന്നും പൈസ പിരിച്ചു. അങ്ങനെ ഒരു പ്രക്ഷോഭം തന്നെ അതിനകത്ത് നടന്നു. നിയമസഭയിൽ MLA-മാരെ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തു. അങ്ങനെ അവിടെ തീരുമാനമുണ്ടായി. കേരള ഫൈനാൻസ് ആക്ട് 2024 ഉത്തരവായിട്ടിറങ്ങി. ദ കൺസ്യൂമേഴ്സ് ഹൂ ജനറേറ്റഡ് ആൻഡ് കൺസ്യൂംഡ് എനർജി ഫ്രം സോളാർ സോഴ്സസ് ആർ എക്സംപ്റ്റഡ്. അങ്ങനെ ചുരുക്കത്തിൽ ഇന്ന് നമുക്ക് നമ്മുടെ ബില്ലിൽ ഈ പറയുന്ന ഡ്യൂട്ടി തന്നെയില്ല. പക്ഷേ ഈ കാണുന്ന ഓർഡർ പ്രകാരം നമ്മളിൽ നിന്ന് ഏപ്രിൽ 1 മുതൽ വാങ്ങിയ പൈസ തിരിച്ചു തരേണ്ടതാണ്. അത് ഇതുവരെ തന്നിട്ടില്ല. മന്ത്രി തന്നെ വാഗ്ദാനം ചെയ്തു അത് തിരികെ തരാമെന്ന്. പക്ഷേ നമുക്ക് തന്നിട്ടില്ല. എങ്കിലും നമുക്ക് ഒരു ആശ്വാസമാണ് ഈ ഓംബുഡ്സ്മാൻ്റെ ഈ വിധി. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിച്ചതിൻ്റെ ബാക്കി വൈദ്യുതിക്ക് വാങ്ങുന്ന ഡ്യൂട്ടി തിരികെ തരണമെന്ന് വിധിയായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. 2023 ഓഗസ്റ്റ് 23 ഓംബുഡ്സ്മാൻ ഇറക്കിയ ഒരു വിധിയാണിത്. അതിൽ ഒരു പരാതിക്കാരൻ ഈ പറയുന്ന നമ്മളിപ്പോൾ സംസാരിച്ച ഡ്യൂട്ടി സംബന്ധിച്ചും പരാതി കൊടുത്തതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിന് കൃത്യമായ ഫോളോ അപ്പ് നടത്താനായിട്ട് മെനക്കെട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫിക്സഡ് ചാർജ്. അതായത് നമ്മളിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും ഫിക്സഡ് ചാർജ് വാങ്ങുന്നുണ്ട്. അത് തെറ്റായൊരു പ്രവണതയാണ്. താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അധികാരിയായ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് പോലും ഇല്ലാതെയാണ് ഈ KSEB ഈ ഫിക്സഡ് ചാർജ് അധികമായിട്ട് വാങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങൾ അവരവരുടെ സെക്ഷൻ ഓഫീസുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ മുകളിലോട്ട് തന്നെ ഇത്തരത്തിൽ CGRFനും ഓംബുഡ്സ്മാനും കൊടുക്കും. ഇവിടെ ഈ വിധി റിവൈസ് ചെയ്തതുപോലെ തന്നെ, ഈ ഡ്യൂട്ടി സംബന്ധിച്ചുള്ള ഈ വിധി ഓംബുഡ്സ്മാൻ റിവൈസ് ചെയ്തതുപോലെ തന്നെ ഫിക്സഡ് ചാർജും റിവൈസ് ചെയ്തില്ല എങ്കിൽ തുടർന്ന് നിയമ നടപടികളിലേക്ക് പോകും എന്നും അറിയിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ തരുവാനുള്ള മെസ്സേജ്. ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു.